ഹലോ ഫ്രണ്ട്സ്, ഞാനിന്നൊരു ബ്രേക്ക്ഫാസ്റ്റിൻ്റെ വീഡിയോ ആണ് കേട്ടോ ഇടുന്നത്. അപ്പോൾ ആദ്യം തന്നെ ഒരു ചായ പതിവാണ് എനിക്കും ഹസ്ബൻഡിനും. അപ്പോൾ ഞാനതെങ്ങനെ വെക്കണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ഗ്ലാസ് പാലും ഒരു ഗ്ലാസ് വെള്ളവും ഒരു 2 ടീസ്പൂൺ ചായപ്പൊടി 3 റോസസ് ആണ് ഞങ്ങൾ ഉപയോഗിക്കുന്നത് കേട്ടോ. ഒരുമിച്ചിട്ടിട്ട് അത് അടച്ച് വെച്ചിട്ട് ഒന്ന് തിളപ്പിച്ചെടുക്കും. ഒന്ന് ഇളക്കി അടച്ച് വെച്ചിട്ട് തിളപ്പിച്ചെടുക്കും. അപ്പോൾ തിളച്ചിട്ടുണ്ട്. ഞാൻ ഒന്നും കൂടി ഒന്ന് തിളപ്പിച്ചെടുക്കാം. ഇങ്ങനെയാണ് കേട്ടോ ഞാൻ ചായ വയ്ക്കുന്നത്. നല്ലോണം തിളയ്ക്കണം. ഈ ചായപ്പൊടിയും കൂടി ഇട്ട് തിളയ്ക്കുമ്പോൾ ഒരു പ്രത്യേക രുചിയാണ്. ഇനി അത് ഊറ്റിയെടുക്കാം. ശരിക്കും 2 ഗ്ലാസ് ചായ എനിക്ക് ഹസ്ബൻഡിന്. പിള്ളേരൊന്നും ചായ കുടിക്കില്ല. അപ്പോൾ അത് അരിച്ചെടുത്തിട്ട് ഒന്നും കൂടി ഒന്ന് ചായ ഇങ്ങനെ കൂട്ടിയെടുക്കാം. അപ്പോൾ രാവിലത്തെ ചായ റെഡിയായി. പിന്നെ പഞ്ചസാര ഇടില്ല കേട്ടോ, ഞങ്ങൾക്ക് 2 പേർക്കും പഞ്ചസാര വേണ്ട. അപ്പോൾ ഓക്കെ, അപ്പോൾ ചായ റെഡി ആയിട്ടുണ്ട്. ഇനി ഞാൻ പുട്ടും പയറും ഉണ്ടാക്കാമെന്ന് വിചാരിച്ചേക്കണം കേട്ടോ. അപ്പോൾ പൊൻകതിറിൻ്റെ പുട്ടുപൊടിയാണ് വാങ്ങിക്കുന്നത്. 1 ഗ്ലാസ് പൊൻകതിറിൻ്റെ പുട്ടുപൊടി, കുറച്ച് ഉപ്പും കൂടി ഇട്ട് നന്നായിട്ട് ഇളക്കി 1 ഗ്ലാസ് വെള്ളം കൂടി ഒഴിച്ചിട്ട് അത് ഇളക്കി തട്ടിപ്പൊത്തി ഒരു 5-6 മിനിറ്റ് വെച്ചേക്കും. എന്നിട്ടാണ് അത് ചുടുന്നത്. ഇനി നമുക്ക് ചെറുപയർ 1 ഗ്ലാസ് ചെറുപയർ എടുത്തിട്ടുണ്ട്. അത് നന്നായിട്ട് കഴുകി ഒരു 2 ഗ്ലാസ് വെള്ളത്തിൽ വേവിച്ചെടുക്കാം. 2 ഗ്ലാസ് വെള്ളം. ഞാൻ ഇതിനകത്ത് ഉള്ളി ചതച്ച് മെഴുക്ക് ഉരട്ടി പോലെയാണ് ഉണ്ടാക്കുന്നത് കേട്ടോ. ചാറായിട്ട് ഞാൻ എടുത്തിട്ടില്ല. ഇച്ചിരി ഉപ്പും കൂടി ഇട്ടിട്ട് വേവിച്ചെടുക്കാം. ഒരു 2-3 വിസിൽ വരുമ്പോഴത്തേക്ക് അത് കുറച്ച് കാത്തി വെച്ചിട്ട് ഒരു വിസിലും കൂടി വന്നിട്ട് എടുക്കാം. നമുക്ക് ശരിക്കും നല്ല വെന്ത് പാകമായി കിട്ടും. പിന്നെ ഇതിന് ഉള്ളി ചതയ്ക്കാനായിട്ട് ഒരു 5-6 ഉള്ളി എടുത്തിട്ടുണ്ട്. ചെറിയ ഉള്ളി എടുത്തിട്ടുണ്ട്. ഒരു കഷ്ണം വെളുത്തുള്ളിയും കൂടി ചതച്ച് വെച്ചിട്ടുണ്ട്. അപ്പോൾ നോക്കിയപ്പോൾ ചെറുപയറൊക്കെ വെന്തിരിക്കുന്നുണ്ട്. ഇനി വെളിച്ചെണ്ണ ഒഴിച്ച് അത് നമുക്ക് തയ്യാറാക്കാം. അപ്പോൾ ഈ ഉള്ളി ഇടുന്ന എനിക്ക് വീഡിയോ കട്ടായിപ്പോയി, അത് കിട്ടിയില്ല കേട്ടോ. അത് കഴിഞ്ഞ് ഉള്ളി ഒന്ന് മൂത്ത് കഴിഞ്ഞിട്ട് ചതച്ച മുളകുണ്ടല്ലോ, 1 ടീസ്പൂൺ ചതച്ച മുളകും കൂടി ഇട്ട് കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ടിട്ട് നന്നായിട്ട് വഴറ്റിയതിന് ശേഷം ഈ പയർ ഇതിനകത്തേക്ക് ഇട്ട് വേണമെങ്കിൽ ആ ഉള്ളി ഒന്ന് മൂപ്പിക്കുമ്പോൾ ഒരു ഇച്ചിരി ഉപ്പ് ഞാൻ ഇട്ടിട്ടുണ്ട് കേട്ടോ. ഉള്ളി പെട്ടെന്ന് മൂത്ത് കിട്ടും. അപ്പോൾ ഇത്ര മതി, പുട്ടിന് കൂട്ടാനല്ലേ. അപ്പോൾ പയർ ഇവിടെ റെഡി ആയിട്ടുണ്ട്. നമുക്കിനി പുട്ട് ശരിയാക്കാം. അപ്പോൾ പുട്ട് ശരിക്ക് കുതിർന്ന് റെഡി ആയിട്ടുണ്ട്. അത് കൈ കൊണ്ട് ഉടയ്ക്കുന്ന നല്ലത്, സ്പൂൺ കൊണ്ട് ശരിയായിട്ട് വരില്ല. പിന്നെ ഞാനതൊരു മിക്സിയിലും കൂടി അടിച്ചെടുക്കും കേട്ടോ. അപ്പം നല്ല പൊടിയായിട്ട് നല്ല പഞ്ഞി പോലത്തെ പുട്ട് കിട്ടും. നന്നായിട്ട് തിരുമ്മിയ ശേഷം പുട്ട് ചുട്ടെടുക്കാം. നാളികേരം ഇട്ട് ചുട്ടെടുക്കാം. അപ്പോൾ കുറച്ച് നാളികേരം ആദ്യം ഇട്ട് പിന്നെ പൊടിയിട്ട് പിന്നെ കുറച്ച് പൊടി ഇട്ടിട്ട് നാളികേരം ഇട്ട് അങ്ങനെയാണ് ഞാൻ പുട്ടുണ്ടാക്കുന്നത് കേട്ടോ. എല്ലാവരും ഉണ്ടാക്കുന്നത് ഇങ്ങനെയൊക്കെ തന്നെയാണ്. ഞാൻ ചെയ്യണമെന്ന് കാണിച്ചു തന്നാണ് കേട്ടോ. അപ്പോൾ 1 ഗ്ലാസ് പൊടി എടുത്തിട്ടുണ്ടെങ്കിൽ 3 പുട്ട് കിട്ടും കേട്ടോ. അത് ആദ്യം ഇട്ടപ്പം ഒരു ഇച്ചിരി പൊടി കൂടിപ്പോയി. 3 പുട്ട് കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് പയറും ഇതൊക്കെ കൂടി പ്ലേറ്റിലേക്ക് ഇടാം. അപ്പോൾ ഇന്നത്തെ ബ്രേക്ക്ഫാസ്റ്റ് പുട്ട്, പയർ, പപ്പടം അടിപൊളി അല്ലേ. അല്ലെങ്കിൽ പഴമൊക്കെ ഉപയോഗിക്കാം കേട്ടോ. ഞാൻ പഴം എടുത്തിട്ടില്ല. പയറുള്ളപ്പോൾ പുട്ടിൻ്റെ കൂടെ പയറല്ലേ നല്ലത്. 1 ഗ്ലാസ് ചായയും കൂടി എടുത്തിട്ട് കഴിക്കാം. അപ്പോൾ ഇന്നത്തെ എൻ്റെ റെസിപ്പി ഇതാണ്. രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് ഇഷ്ടമെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക കേട്ടോ. ഇനി അടുത്തൊരു വീഡിയോ ആയിട്ട് ഞാൻ വരാം. ഓക്കെ. പുട്ട്, പയർ, ചായ, പപ്പടം.
ഓക്കെ, താങ്ക് യു.